എല്ലാ കൂട്ടുകാർക്കും ക്വിസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2024 അക്ഷരമുറ്റം സബ് ജില്ലാ ക്വിസിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്കായി തയ്യാറാക്കിയ ഒരു പുതിയ വീഡിയോയാണിത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ ഉറപ്പായിട്ടും ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2024 IPL ജേതാക്കളായ ടീം ഏതാണ്? ഉത്തരം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അടുത്ത ചോദ്യം, തീവണ്ടികളിൽ സ്ത്രീ യാത്രക്കാർക്ക് സഹായം നൽകുവാനും സുരക്ഷ ഉറപ്പാക്കാനുമുള്ള റെയിൽവേയുടെ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം മേരി സഹേലി. അടുത്ത ചോദ്യം, കാൻ ചലച്ചിത്രമേളയിൽ ഛായാഗ്രഹണ രംഗത്തെ മികച്ച സംഭാവനയ്ക്കുള്ള പിയർ അജന്യൂ പുരസ്കാരത്തിന് അർഹനായ മലയാളി ഛായാഗ്രാഹകൻ ആരാണ്? ഉത്തരം സന്തോഷ് ശിവൻ. ഈ നേട്ടം കരസ്ഥമാക്കുന്ന ആദ്യ ഏഷ്യക്കാരനാണ് സന്തോഷ് ശിവൻ. അടുത്ത ചോദ്യം, സ്കൂൾ കുട്ടികളിലെ ലഹരി ഉപയോഗം തടയാൻ വിദ്യാലയങ്ങളിൽ എക്സൈസ് ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം നേർവഴി. അടുത്ത ചോദ്യം, പാലസ്തീൻ പ്രശ്നത്തെ കേന്ദ്ര പ്രമേയമാക്കി ഷീല ടോമി എഴുതിയ നോവൽ ഏതാണ്? ഉത്തരം ആ നദിയോട് പേര് ചോദിക്കരുത്. അടുത്ത ചോദ്യം, 2024 9ാമത് T20 ക്രിക്കറ്റ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ്? ഉത്തരം അമേരിക്ക, വെസ്റ്റ് ഇൻഡീസ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യ നഗര പൊതുഗതാഗത റോപ്പ് വേ സംവിധാനം ആരംഭിക്കുന്നത് എവിടെയാണ്? ഉത്തരം വാരണാസി. അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ആദ്യ ബഹിരാകാശ വിനോദസഞ്ചാരി ആരാണ്? ഉത്തരം ഗോപീചന്ദ് തോട്ടക്കുറ. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് അദ്ദേഹം. അടുത്ത ചോദ്യം, 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ ജർമ്മൻ എഴുത്തുകാരി ആരാണ്? ഉത്തരം ജെന്നി എർപെൻബെക്ക്. അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം ലഭിക്കുന്ന ആദ്യ ജർമ്മൻ സാഹിത്യകാരിയാണ് ജെന്നി എർപെൻബെക്ക്. അടുത്ത ചോദ്യം, 2024 അന്താരാഷ്ട്ര ബുക്കർ പുരസ്കാരം നേടിയ നോവൽ ഏതാണ്? ഉത്തരം ജെന്നി എർപെൻബെക്കിൻ്റെ കെയ്റോസ് എന്ന നോവൽ. അടുത്ത ചോദ്യം, കെയ്റോസ് എന്ന കൃതിയുടെ പരിഭാഷകൻ ആരാണ്? ഉത്തരം മൈക്കൽ ഹോഫ്മാൻ. അടുത്ത ചോദ്യം, 2024 80 വർഷം പൂർത്തിയാക്കുന്ന ബഷീറിൻ്റെ നോവൽ ഏതാണ്? ഉത്തരം ബാല്യകാലസഖി. അടുത്ത ചോദ്യം, കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ GV രാജയുടെ പേരിൽ GV രാജ സ്പോർട്സ് അക്കാഡമി നിലവിൽ വരുന്നത് എവിടെയാണ്? ഉത്തരം കോട്ടയത്തെ പൂഞ്ഞാറിൽ. അടുത്ത ചോദ്യം, ചട്ടമ്പിസ്വാമികളുടെ 100ാം സമാധി വാർഷികത്തോടനുബന്ധിച്ച് ചട്ടമ്പിസ്വാമികളുടെ പ്രതിമ സ്ഥാപിച്ചത് എവിടെയാണ്? ഉത്തരം ശ്രീകണ്ഠേശ്വരം ചട്ടമ്പിസ്വാമി പാർക്ക്, തിരുവനന്തപുരം. അടുത്ത ചോദ്യം, കിഴക്കിൻ്റെ നോബൽ എന്നറിയപ്പെടുന്ന ഷാ പ്രൈസ് 2024 ലഭിച്ച ഇന്ത്യൻ വംശജനായ ജ്യോതിശാസ്ത്രജ്ഞൻ ആരാണ്? ഉത്തരം ശ്രീനിവാസ് R കുൽക്കർണി. അടുത്ത ചോദ്യം, സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് നീന്തൽ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ നീന്തൽ പരിശീലന പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം സ്പ്ലാഷ്. അടുത്ത ചോദ്യം, ലോക്സഭാ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം സംബന്ധിച്ച പരാതികൾ അറിയിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ആപ്പിൻ്റെ പേര് എന്തായിരുന്നു? ഉത്തരം സി വിജിൽ. അടുത്ത ചോദ്യം, ആനകളെ നിരീക്ഷിക്കുന്നതിനു വേണ്ടി റെയിൽവേയുടെ പുതിയ AI പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ഗജരാജ. അടുത്ത ചോദ്യം, സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം പൂനെ. അടുത്ത ചോദ്യം,
2024 മെയ് 100-ാം സമാധി വാർഷിക ദിനം ആചരിക്കുന്ന നവോത്ഥാന നായകൻ ആരാണ്? ഉത്തരം ചട്ടമ്പിസ്വാമികൾ. ചട്ടമ്പിസ്വാമികളുടെ 100-ാം സമാധി വാർഷികം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഉത്തരം മഹാഗുരുവർഷം 2024. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് ഏറ്റവും കൂടുതൽ തവണ കീഴടക്കിയ വ്യക്തി ആരാണ്? ഉത്തരം കാമി ഋത ഷെർപ്പ. അടുത്ത ചോദ്യം, ഇറാനിലെ ചബഹാർ തുറമുഖ ടെർമിനലിൻ്റെ നടത്തിപ്പ് ചുമതല 2024 10 വർഷത്തേക്ക് ഏറ്റെടുത്ത രാജ്യം ഏതാണ്? ഉത്തരം ഇന്ത്യ. അടുത്ത ചോദ്യം, 2024 25 വർഷം പിന്നിടുന്ന കേരളത്തിലെ അന്താരാഷ്ട്ര വിമാനത്താവളം ഏതാണ്? ഉത്തരം കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. അടുത്ത ചോദ്യം, ചന്ദ്രനിൽ ആദ്യമായി റെയിൽവേ സംവിധാനം നിർമ്മിക്കാൻ പദ്ധതിയിടുന്ന സ്പേസ് ഏജൻസി ഏതാണ്? ഉത്തരം നാസ. പദ്ധതിക്ക് നൽകിയിരിക്കുന്ന പേര് ഫ്ലോട്ട്. അടുത്ത ചോദ്യം, 2027 ഫിഫ വനിതാ ലോകകപ്പിന് വേദിയാകുന്ന രാജ്യം ഏതാണ്? ഉത്തരം ബ്രസീൽ. അടുത്ത ചോദ്യം, 2024 ONV സാഹിത്യ പുരസ്കാരത്തിന് അർഹയായ വിഖ്യാത ഒഡിയ എഴുത്തുകാരി ആരാണ്? ഉത്തരം പ്രതിഭ റായ്. അടുത്ത ചോദ്യം, 2024 ONV യുവ സാഹിത്യ പുരസ്കാരം നേടിയ രാത്രിയിൽ അച്ചാങ്കര എന്ന കവിതാ സമാഹാരത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം ദുർഗാപ്രസാദ്. അടുത്ത ചോദ്യം, യുണിസെഫിൻ്റെ ഇന്ത്യയിലെ അംബാസഡറായി നിയമിക്കപ്പെട്ട ചലച്ചിത്ര താരം ആരാണ്? ഉത്തരം കരീന കപൂർ. അടുത്ത ചോദ്യം, 2024 4ാമത് ലോക കേരള സഭയുടെ വേദി ഏതായിരുന്നു? ഉത്തരം തിരുവനന്തപുരം. അടുത്ത ചോദ്യം, എവറസ്റ്റ് കീഴടക്കിയ ടെൻസിംഗ് നോർഗയുടെ ജീവിതകഥ പറയുന്ന സിനിമയുടെ പേരെന്താണ്? ഉത്തരം ടെൻസിംഗ്. അടുത്ത ചോദ്യം, ഇന്ത്യയുമായുള്ള അതിർത്തി പ്രദേശങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ പുതിയ 100 രൂപ നോട്ട് അവതരിപ്പിക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ്? ഉത്തരം നേപ്പാൾ. അടുത്ത ചോദ്യം, സർക്കാർ ആശുപത്രിയിൽ ജനിക്കുന്ന നവജാത ശിശുക്കളുടെ ജനന വൈകല്യം കണ്ടെത്തുന്നതിനുള്ള സമഗ്ര ആരോഗ്യ പരിശോധനാ പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം ശലഭം. അടുത്ത ചോദ്യം, ലോക ഫുട്ബോൾ ദിനമായി ആചരിക്കാൻ ഐക്യരാഷ്ട്ര സംഘടന തീരുമാനിച്ച ദിവസം ഏതാണ്? ഉത്തരം മെയ് 25. അടുത്ത ചോദ്യം, കുടുംബശ്രീ അംഗങ്ങളുടെ കലാ സാംസ്കാരിക സാമൂഹിക ഉന്നമനത്തിനായി ADSകൾ വഴി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേര് എന്താണ്? ഉത്തരം എന്നിടം. അടുത്ത ചോദ്യം, ആലുവ സർവമത സമ്മേളനത്തിൻ്റെ 100ാം വാർഷികത്തിൻ്റെ ഭാഗമായി കേരള സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ സ്മാരക ഗ്രന്ഥത്തിൻ്റെ പേര് എന്താണ്? ഉത്തരം പലമതസാരവുമേകം. അടുത്ത ചോദ്യം, 2024 സത്യജിത് റേ ഫിലിം സൊസൈറ്റിയുടെ 8ാമത് സത്യജിത് റേ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആരാണ്? ഉത്തരം പ്രഭാവർമ്മ. അടുത്ത ചോദ്യം, വനിതാ ക്രിക്കറ്റിൽ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര അരങ്ങേറ്റം കുറിക്കുന്ന ഏറ്റവും പ്രായം കൂടിയ താരം ആരാണ്? ഉത്തരം ആശാ ശോഭന. അടുത്ത ചോദ്യം, 14ാമത് ദാദാസാഹിബ് ഫാൽക്കെ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ മികച്ച സംവിധായകനുള്ള ജൂറി പുരസ്കാരത്തിന് അർഹനായത് ആരാണ്?
ഉത്തരം രാകേഷ് നാരായണൻ. ചിത്രം തണുപ്പ്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ബെസ്റ്റ് ടൂറിസം വില്ലേജ് ഗോൾഡ് അവാർഡ് ലഭിച്ച കാന്തല്ലൂർ ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ. എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു വിജയാശംസകൾ നേരുന്നു.